ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നട്ടതിനെ ആർക്കും പറിച്ചു കളയാൻ സാധിക്കത്തില്ല. അത് നിലനിന്ന് ഫലം കായ്ക്കും. ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ന്യൂ ലൈഫ് മിനിസ്ട്രീസ് ദൈവത്താൽ ആരംഭിച്ചു എന്ന് ഇന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ നീണ്ട 24 വർഷക്കാലം അത് നിലനിന്ന് ഫലം കഴിക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞതനുസരിച്ച് ന്യൂ ലൈഫ് ബൈബിൾ സെമിനാരിയിലൂടെ 900ഓളം ഗ്രാജുവേറ്റ്സ് ഇന്ന് പുറത്തിറങ്ങി ഭാരതത്തിലും ലോകത്തിൻ്റെ വിഭിന്ന മേഖലകളിലും കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ ഒരു സെമിനാരിയനായി പഠിക്കുകയും ഏറിയ വർഷം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ന്യൂ ലൈഫ് ബൈബിൾ സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആർക്കും അവിടെ കടന്നു വന്ന് പഠിക്കാം. കാരണം ഇന്ത്യയിലുള്ള പ്രധാന പ്രസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് പഠിക്കണമെങ്കിൽ കുറഞ്ഞത് 1 ലക്ഷം രൂപ ഒരു വർഷത്തെ ഫീസ് കൊടുക്കണം. ആ സ്ഥാനത്ത് മുഴുവൻ ഫ്രീ ആയി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം അപ് ടു മാസ്റ്റർ ഓഫ് തിയോളജി ലെവലിൽ ആ അവസരം വിനിയോഗിക്കുന്ന വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ദാസിദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു പ്രത്യേകതയോടെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ വൈദിക സെമിനാരികളൊക്കെ തിയോളജിയൻസിനെ വാർത്തെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം പ്രാപിച്ച് ആത്മനിറവിൽ ശുശ്രൂഷിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ പ്രസ്ഥാനം നിലകൊള്ളുന്നുവെന്ന യാഥാർത്ഥ്യം ഇന്ന് രാത്രികാലം മറന്നു പോകണം. വീണ്ടും 60ഓളം കർത്തൃദാസന്മാർ ഉൾപ്പെടുന്ന ഒരു സെന്റർ, 67 ആയിരക്കണക്കിന് വിശ്വാസികളുള്ള ഒരു സമൂഹം. ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം ദൈവം നട്ടു, ദൈവം അതിനെ നടത്തുന്നു. ഇനി ആ പ്രവർത്തനത്തിൻ്റെ വിശാലതയുടെ ഒരു രഹസ്യം, ഏതാണ്ട് ഒരു ഭാഗം ഈ കഴിഞ്ഞ 24 വർഷമായി ഹൂസ്റ്റണിലും അമേരിക്കയുടെ വിഭിന്ന ഭാഗങ്ങളിൽ നടന്ന യോഗങ്ങളാണ്. അതിൽ കടന്നു വന്ന ദൈവജനമാണ്, അവരുടെ സഹകരണമാണ്, അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ്. ഇന്ന് രാത്രികാലവും നമുക്ക് ദൈവം അതിന് ഭാഗ്യം നൽകിയതിനാൽ ദൈവസന്നിധിയിൽ നന്ദിയോട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ യോഗത്തെ അനുഗ്രഹിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങുവാൻ ഇടയായി തീരട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 100-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. Psalms 100 will read responsibly and worship the Lord. 100-ാം സങ്കീർത്തനം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവസാനത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. ആമേൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വിശുദ്ധ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. അവന്റെ വലിയ നാമത്തെ ഒരു പ്രാവശ്യം കൂടെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ 24 വർഷക്കാലം ദൈവം നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായും ദൈവത്തിന്റെ ദിവ്യ പ്രവർത്തികൾക്കായും നമുക്ക് നന്ദിയോടെ അവന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ഈ വർഷത്തിൽ ഇവിടെ നടക്കുന്ന ഈ യോഗത്തെ ദൈവം തന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിൽ കടന്നു വന്ന് തിരുമേനിയെ സ്തുതിക്കുവാൻ, തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, തിരുസന്നിധിയിൽ നന്ദി പ്രദർശിപ്പിക്കുവാൻ അവിടെ നൽകിയിരിക്കുന്ന ഈ വിലയേറിയ സന്ദർഭത്തിനായി നന്ദിയോട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് കൊടുത്ത ദർശനത്തിനനുസരിച്ച് അവിടുത്തെ ദാസൻ ആരംഭിച്ച ഈ പ്രവർത്തന തലം ന്യൂ ലൈഫ് മിനിസ്ട്രീസ്
കർത്താവെ, നിന്നാൽ ആരംഭിച്ചു എന്ന സത്യം ഇന്ന് രാത്രി ഞങ്ങൾ വീണ്ടും ഗ്രഹിക്കുന്നു. അതിൻ്റെതായ ആ പ്രവർത്തന തലങ്ങളെ ഞങ്ങൾ വീക്ഷിക്കുമ്പോൾ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ആ പ്രസ്ഥാനം വളർന്നു. അനേക ആത്മാക്കളുടെ വിടുതലിന് അത് മുഖാന്തരമായി തീർന്നു. അനേക അഭിഷക്തന്മാരെ ഒരുക്കി ഫീൽഡിലേക്ക് അയക്കുവാൻ അവിടുന്ന് കരത്തിലെടുത്തു. ഇന്നും അവിടുന്ന് കരത്തിലെടുത്തുകൊണ്ടിരിക്കുന്ന വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭാരത സുവിശേഷീകരണം എന്ന ദർശനത്തോടെ കേരളത്തിൽ നിന്ന് വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിലേക്ക് ഈ കാലഘട്ടത്തിൽ തിരിയുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചതിൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിന് കാരണമായി തീർന്നത് കഴിഞ്ഞ 24 വർഷങ്ങളിലെ ഇതുപോലെ അമേരിക്കയിൽ നടന്ന കൺവെൻഷനുകളും അതിൽ സഹകരിച്ചതായ ദൈവജനവും അവരുടേതായ പ്രാർത്ഥനയും സപ്പോർട്ടുമെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ അറിയുന്നു. ഈ 24ാമത്തെ കൺവെൻഷനിൽ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ അവിടെ ചെയ്ത ദിവ്യപ്രവർത്തിക്കായി നന്ദിയോടെ തിരുനാമത്തെ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ഈ യോഗങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൽ ശുശ്രൂഷിക്കുന്ന അവിടുത്തെ പ്രത്യേക ദാസനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വരുന്ന ഘനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വലിയ ആത്മമാരി പെയ്യുന്ന അനുഭവം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. സ്തോത്രം. കർത്താവെ, പ്രസ്ഥാനത്തിൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന നിന്റെ ദാസനെയും കുടുംബത്തെയും ഞങ്ങൾ തിരുക്കരത്തിൽ സമർപ്പിക്കുന്നു. തന്നോട് ഒരുമിച്ച് സഹകരിക്കുന്ന നിന്റെ ദാസന്മാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതികാൽ ഹോസ്പിറ്റലായിരിക്കുന്ന പ്രതികാൽ ജോൺസനായി ഞങ്ങൾ ഒരു വാക്കി അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തിലുള്ള വിടുതൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അവകാശം പറയുന്നു. കർത്താവെ, ഈ യോഗത്തെ ആസ്വദിക്കുവാനായി അവിടുത്തെ വലിയ കാര്യം എന്ന് പകൽക്കാലം ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ ഉയർന്നിരിക്കുക. നന്ദിയോടെ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ യോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവിടുത്തെ അനുഗ്രഹം പകർന്നിരിക്കുക. സ്തോത്രം. പുത്രനെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും കരമൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.